ഹായ് ഫ്രണ്ട്സ്, മാസ്റ്ററോട്ടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ പാർട്ട് 1 ആയിരുന്നു ഞാൻ കാണിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാർട്ട് 2 ആണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കണ്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാർട്ട് 1 അവിടെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും പാർട്ട് 1 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് വീഡിയോ ക്ലിപ്പിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ലെയറിനെ കുറിച്ച് പഠിച്ചാലോ. അപ്പോൾ ലെയറിനകത്ത് മീഡിയ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മീഡിയ ബ്രൗസറിനകത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോയുടെ മുകളിലായിട്ട് വേറൊരു വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ മാത്രമല്ല, ഇമേജ്. ഇപ്പോൾ ഞാനിപ്പം കാണിക്കുന്നത് നേരത്തെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വെച്ച വീഡിയോയുടെ മുകളിലായിട്ട് വേറൊരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലെയറിനകത്ത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അവിടെ പ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ ആ സ്ക്രീനിൻ്റെ ഞാൻ നേരത്തെ എടുത്ത വീഡിയോയുടെ മുകളിലായിട്ട് പ്ലേ ചെയ്ത് തരാം. ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ ആ ഇൻട്രോ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്ക് നിങ്ങൾക്ക് വലിക്കുവാണെങ്കിൽ അത് വലുതാവും. അതുപോലെ തന്നെ റൊട്ടേറ്റും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, എൻ്റെ ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഉണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് ആ ഒറിജിനൽ മ്യൂസിക് ഞാൻ ഓഫാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ മുകളിൽ വേറെ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഫോട്ടോ അങ്ങനെ പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ലെയറിൽ താഴെ കാണുന്ന ആ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലായിട്ട് ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ആയി പോയിക്കോളും. എന്നിട്ട് വീണ്ടും നമ്മൾ മീഡിയ എടുത്തിട്ട് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ ഞാനത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മീഡിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാൻ. ഇതെൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ്. ഇപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതെന്ന് പറയുവാണെങ്കിൽ ഇന്ന ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ എല്ലാം കാണിച്ചു കൊടുത്ത് കുറേ ഉണ്ട്. പിന്നെ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം സർക്കിളിലാണ് എൻ്റെ ലോഗോ ഇരിക്കുന്നത്. അപ്പം സർക്കിൾ മാത്രം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ക്രോപ്പിങ്ങിനകത്ത് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സർക്കിളിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്ക് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇൻ ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എങ്ങനത്തെ ആനിമേഷൻ വഴിയാണ് വരേണ്ടതാണ്. ഇപ്പം സൈഡ് അപ്പ്, സൈഡ് ഡൗൺ, പല ആനിമേഷൻ ഉണ്ട്, കുറേ ആനിമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ആനിമേഷൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓവറോൾ ആനിമേഷനാണ്. ഓവറോൾ ആനിമേഷൻ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആനിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഇമേജ് പോകുന്നിടം വരെ, തുടക്കം മുതൽ അവസാനം വരെ ആനിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഔട്ട് ആനിമേഷൻ എന്ന് പറയുവാണെങ്കിൽ ആ ലോഗോ പോകുമ്പോൾ ഉള്ള ആനിമേഷൻ, അതാണ് ഔട്ട് ആനിമേഷൻ. താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂറേഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ അൽഫ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഒപ്പേസിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മങ്ങിയതോ അതുപോലെ ഫുള്ളും വേണോ അങ്ങനെയൊക്കെ. പിന്നെയുള്ള കളർ ഫിൽറ്റർ, ഇത് ഇന്നലെ കാണിച്ച കൂട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഫിൽറ്റർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പം കളറൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് ഈ സ്പ്ലിറ്റ് സ്ക്രീനാണ്. ഇപ്പം ആ ഫോട്ടോ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിലോ അതുപോലെ തന്നെ പല ലെയറായിട്ട് വേണമെങ്കിലോ ഒരു സൈഡ് മാത്രം മതിയെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ റൊട്ടേറ്റ് ആൻഡ് മിററിങ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മിററും റൊട്ടേറ്റും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മിററൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് നമുക്ക് അത് നേരത്തെ ചെയ്ത കൂട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നുള്ളത് ട്രിമ്മിങ് ആണ്. ഇപ്പം എപ്പം മുതലാണ് വേണ്ട, ഇപ്പം ഞാൻ ആ ലൈനിൽ നിൽക്കുന്ന സ്ഥലത്ത് പോകുന്നത് എനിക്ക് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ ട്രിം ടു ലെഫ്റ്റ് എന്ന് അടിക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് ആയിപ്പോവും. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഉള്ളത് ലെയറിനകത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എഫക്ട്സ് എന്ന് പറയുവാണെങ്കിൽ
അതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ബ്ലർ ആക്കണമെങ്കിൽ അതുപോലെ തന്നെ വേറെ ഇപ്പം നിങ്ങൾക്ക് അഡ്രസ്സിൻ്റെ അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ നേരത്തെ അഡ്രസ്സോ അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഐഡിയ എല്ലാം കാണിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബ്ലർ ആ സ്ഥലം ഒരു പ്രത്യേക സ്ഥലം മാത്രം നിങ്ങൾക്ക് അവിടെ ബ്ലർ ആക്കാൻ സാധിക്കും. അപ്പോൾ ആ താഴെ നിങ്ങൾക്ക് ആ ബ്ലറിൻ്റെ ആ ലെയർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ സാധിക്കും. സെറ്റിങ്സിനകത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലറിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒപ്പേസിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ ക്രോപ്പിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് മിററിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുണ്ട് ഇൻ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻ. പിന്നെ എഫക്ട്സ് 2 എണ്ണമാണ് എൻ്റെ കൈമാഷനകത്തുള്ളത്. മൊസൈക്ക് എന്ന് പറഞ്ഞ എഫക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു ബ്ലർ കൂട്ടുന്ന ഒരു എഫക്ട്സ് ആണ്. അത് 2 ടൈപ്പുള്ള ബ്ലറാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാൻ ആദ്യം വെച്ച ബ്ലറിങ് ആയിരുന്നു. ഇപ്പം രണ്ടാമത് എഫക്ട്സ് മൊസൈക്കിൻ്റെ ബ്ലർ എന്ന് പറയുകയാണെങ്കിൽ ഒരു വേറെ ടൈപ്പാണ് ബ്ലറിങ്. ഇപ്പം സെറ്റിങ്സ് ബ്ലർ സ്ട്രെങ്ത് കൂടാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈലായിട്ടാണ് അത് ബ്ലർ ആകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലെയറിനകത്ത് ഓവർലേ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ വീഡിയോയുടെ അകത്ത് സ്റ്റിക്കറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഫുട്ബോളിൻ്റെ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെയുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റാണ്. അതാണ് ഏറ്റവും കൂടുതൽ മെയിൻ പാർട്ട്. ഇപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇപ്പം എല്ലായിടത്തും എല്ലാം എഴുതണമെങ്കിൽ ആ വീഡിയോയുടെ അകത്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഇവിടെ മാസ്റ്റർ ഓഫ് ടെക് മലയാളം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം മാസ്റ്റർ ഓഫ് ടെക് മലയാളം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എ എന്ന് പറഞ്ഞൊരു ചിഹ്നമുണ്ട്. ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയുടെ ചിഹ്നമുണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മാറ്റാൻ സാധിക്കും. പല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എടുത്തിട്ട് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ ആ ലെറ്റർ വരും. അതുപോലെ തന്നെ അതിനകത്ത് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ റെഡ് കളർ കൊടുത്തേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ ആനിമേഷനും ഓവറോൾ ആനിമേഷൻ നേരത്തെ ചെയ്ത് കൂട്ടാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഓവറോൾ ആനിമേഷനും അതുപോലെ തന്നെ ഔട്ട് ആനിമേഷനും നേരത്തെ പറഞ്ഞ ഓപ്പേസിറ്റിയും റൊട്ടേറ്റും. പിന്നുള്ളത് ഷാഡോ ആണ്. ഷാഡോ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഷാഡോയും അതുപോലെ തന്നെ ഗ്ലോയും പിന്നെ ഔട്ട്ലൈനും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ എഴുത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഫുൾ വിഡ്ത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോയുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും വലത്തോട്ടും ഇടത്തോട്ടും ഫുള്ളും പോകും. പിന്നെ ഉള്ളതാണ് ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അകത്ത് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പം നമുക്ക് പല പല ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്പിൽ ഏത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പിന്നെ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ റെഡ് കളർ കൊടുത്തിട്ട് നമുക്ക് റെഡ് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഞാൻ ഇപ്പം റെക്റ്റാങ്കിൾ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അതിൻ്റെ പോയിൻ്റൊക്കെ കട്ടിയുള്ളതും തിക്നെസ്സും അത് ഹാർഡ്നെസ്സും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇറേസ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ വരച്ചതെല്ലാം ക്ലിയർ ആവും. പിന്നെ ഉള്ളത് നമ്മൾ വരച്ചിട്ട് തുടയ്ക്കാൻ പറ്റുന്ന ഇറേസറുണ്ട്. പിന്നെ അതിനകത്ത് റെക്റ്റാങ്കിൾ മാത്രമല്ല സർക്കിൾ വരയ്ക്കാം, ലൈൻ വരയ്ക്കാം, അതുപോലെ ആരോസ് എല്ലാം വരയ്ക്കാം. അങ്ങനത്തെ പല ഓപ്ഷൻസ് പല പല ഷേപ്സ് ഉണ്ട് അതിനകത്ത്. അതാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കൂട്ട് തന്നെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ലെങ്ത് കൂടിപ്പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒരു സമയത്ത് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ഇടുന്നത്. ഇപ്പോൾ ലെങ്ത് കൂടിപ്പോയാൽ കഴിഞ്ഞ വീഡിയോസിന് അത്രയും പ്രതീക്ഷിച്ചത്രയും വ്യൂസ് കൂടുന്നില്ല. അപ്പം ലെങ്ത് കുറച്ച് ഇടാൻ എൻ്റെ പ്ലാൻ. 10 മിനിറ്റ് താഴെ ഇട്ടാലേ നിങ്ങൾ കാണത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കാണാം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.